പ്രശസ്ത സംഗീതജ്ഞനും വേദിയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ആളുമായ സ്റ്റീഫൻ ദേവസി 24-നൊപ്പം ചേരുന്നു ഒറ്റപ്പാലത്ത് നിന്ന്. സ്റ്റീഫൻ, മെറി ക്രിസ്മസ്, ഗുഡ് മോർണിംഗ്. ഒറ്റപ്പാലത്ത് എന്താ പരിപാടി സ്റ്റീഫൻ? വല്ല പ്രോഗ്രാം എത്തിയതാണോ? എന്താണ് വിവരം? ഹായ് സാർ, മെറി ക്രിസ്മസ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷമാവട്ടെ. ഒറ്റപ്പാലത്ത് ഞാൻ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി വരണ പ്രോഗ്രാം ഒന്നുമില്ല. എത്ര തിരക്കാണെങ്കിലും ഈ 2 ദിവസം ഒറ്റപ്പാലത്ത് ഉണ്ടാവും. അപ്പോൾ അതിന് വന്ന ഓക്കെ, എനിക്കറിയാം സ്റ്റീഫൻ ഇപ്പം നല്ല തിരക്കുള്ള നാളുകളാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിൽ ഈ ക്രിസ്മസ് വരുന്നു എന്നറിയുമ്പം സ്റ്റീഫൻ ആദ്യം ആലോചിക്കുന്നത് എന്താണ്? ക്രിസ്മസ് ഭയങ്കരമായ നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. പണ്ട് മുതൽ ഞാൻ ഇപ്പം ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയണത്, ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഒരു 25 വർഷം മുന്നേ തന്നെ നമ്മൾ ക്യാരോള് പാടാറുണ്ട്. വീട്ടിൽ പ്രയറൊക്കെ നടത്തും, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ആ ഒരു ഓർമ്മകളാണ് എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ ഈ വീട്ടിൽ ജീവിച്ചതൊക്കെ. അപ്പോൾ ഇവിടെ ഭയങ്കര ഓർമ്മയാണ്. ക്രിസ്മസിനും ഓണത്തിനാണ് വെച്ചാൽ എല്ലാ ആഘോഷങ്ങളും എൻ്റെ ഈ വീട്ടിൽ എനിക്ക് ഭയങ്കര ഓർമ്മകളാണ്. ഞാൻ 4 വയസ്സ് മുതൽ ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നാളായിട്ടും ഈ വീടിൻ്റെ ഓർമ്മകൾ കാണുമ്പോൾ അപ്പോൾ എപ്പോൾ എല്ലാ ആഘോഷം വരുമ്പോഴും അച്ഛനും അമ്മയുടെയും കൂടെ ഇരിക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഇവിടേക്ക് വരും. പിന്നെ എപ്പോൾ ഫ്രീ കിട്ടിയാലും ഇവിടേക്കാണ് വരിക. ഇവിടെ വേറെ ഒരു പണി ഉണ്ടാവില്ല, ഈ കസാരയിലും ഇങ്ങനെ ഇരിക്കലേ പണി. വീട്ടിലിപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് സ്റ്റീഫൻ ഒറ്റപ്പാലത്ത്? വീട്ടിലിപ്പോൾ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മയ്ക്ക് കുറച്ച് വയ്യ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴെപ്പോഴും വരും. പിന്നെ എൻ്റെ ഭാര്യയും മകനും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ മോൻ സ്കൂളിൽ പോകാറില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരാഘോഷമൊക്കെ വരുമ്പോൾ വീട്ടുകാരുടെ കൂടെ ഒരുമിച്ചുണ്ടാവണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എങ്ങനെയൊക്കെ അവിടെ വരും. ഇപ്പം ഇന്ന് രാത്രി പോകണം, നാളെ മുതൽ വേറെ ഷൂട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു സുഖം. നമ്മുടെ നാട്ടിൻപുറമാണ്, നമ്മുടെ നാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ. അതിൻ്റെ ഒരു വലിയ കോലാഹലങ്ങളൊന്നുമില്ല, നമ്മുടെ സ്റ്റേജിൻ്റെ പരിപാടികളൊന്നുമല്ല. അവിടെ ഒരു സമാധാനം, വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഡാഡിയുടെ കൂടെ വർത്തമാനം പറയുക. പിന്നെ അയൽവക്കക്കാർ വരും, സുഹൃത്തുക്കൾ വരും, അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. സ്റ്റീഫൻ ദേവസി ഒറ്റപ്പാലത്ത് നിന്ന് ചേരുന്നു എന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളും പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റീഫൻ വത്തിക്കാനിൽ വിജയവിശ്വാസമായിട്ട് പോയ കാര്യമാണ് ഓർമ്മിച്ചു പോയത്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് ഒരു അവസരം തന്നെയാണ്, ദൈവത്തിന് നന്ദി. വിജയ് യേശുദാസിൻ്റെ ചേച്ചി, അതായത് അമ്മയുടെ ചേച്ചിയുടെ മോള് സഞ്ജന ചേച്ചിയാണ് ആ ഒരു അവസരം ഒരുക്കി തന്നത്. ഒരു വി ആർ ദ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംരംഭം അവർ ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു മൂവ്മെൻ്റാണ്. അടുത്ത കുറേ വർഷങ്ങൾ ഇതൊരു വലിയൊരു തിരയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഗ്രാമി വിന്നേഴ്സായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ഒരു 10 മിനിറ്റ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ, അതായത് ജെയ്സൺ എന്ന് പറയുന്ന ഒരു ലോകോത്തരമായ ഒരു കലാകാരനാണ് അതിൻ്റെ പാട്ടൊരുക്കിയത്. അപ്പോൾ അതിന് ഞങ്ങളെല്ലാം പെർഫോം ചെയ്തു. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു 5 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. നമുക്ക് പ്ലാൻ ചെയ്തു മലയാളം പാട്ട് പാടാം. അങ്ങനെ ഒരു മലയാളം പാട്ട്, എനിക്ക് തോന്നുന്നു വത്തിക്കാനിലെ ആദ്യത്തെ ഒരു സോളോ പെർഫോമൻസ് ആയിരിക്കും മലയാളം പാട്ട് നമ്മൾ പെർഫോം ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര മലയാളികൾക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റൊമേനിയനായിട്ടുള്ള യുലിയ, റൊമേനിയൻ സിംഗർ ഉണ്ടായിരുന്നു. ജെയ്സൺ ഉണ്ടായിരുന്നു. ജെയ്സൺ അമേരിക്കൻ സിംഗറാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളതൊരു വലിയൊരു ആഘോഷമായി. നമ്മുടെ കൂവക്കാട്ട് പിതാവാണ്. നമുക്ക് ആ പ്രിയപ്പെട്ട ഈ പ്രേക്ഷകർ ചിലരെങ്കിലും ഇത് കാണാതെ നിന്നിട്ടുണ്ടാകും, അവർക്ക് വേണ്ടി നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ വത്തിക്കാനിൽ ആദ്യമായിട്ടൊരു മലയാള പാട്ട് അവിടെ അവതരിപ്പിച്ചു. അതൊരു അപൂർവമായ ഒരു മുഹൂർത്തമായിട്ടാണ് നമ്മൾ കാണുന്നത്.
വലിയ വിശുദ്ധമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സന്ദേശമാണ് നമ്മൾ വത്തിക്കാനിൽ അവതരിപ്പിച്ചത്. ലോകത്തിന് നമ്മൾ കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ് ഗുരുവിൻ്റെ സന്ദേശം. അതൊരു അപൂർവ അനുഭവമായിരുന്നു. ഈ സ്റ്റീവൻ പല വേദികളിലും പലപ്പോഴും പാട്ടുകാരെയൊക്കെ സഹായിക്കാനും അവരോടൊപ്പം ചേരാനും വേണ്ടി പാട്ടും പാടാറുണ്ട്. കീബോർഡിൽ മാന്ത്രികത ഉണ്ടാക്കുമ്പോൾ തന്നെ സ്റ്റീവന് ആലാപനത്തിലും ലേശം താല്പര്യമുണ്ട്. ഈ പല ആൽബങ്ങളും സ്റ്റീവൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാകും. എന്നാൽ എപ്പോഴും ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പൈതല, യേശു, ഇങ്ങനെ എത്രയോ പാട്ടുകൾ നമ്മുടെ മനസ്സിനെ വല്ലാത്തൊരു മാസ്മരികതയിലാക്കും. ഞാൻ തന്നെ തൃശ്ശൂരിലെ ഒരു മനോരോഗാലയത്തിൽ പോയപ്പോൾ ഒരു കടുത്ത മനോരോഗം ബാധിച്ച ഒരു കുട്ടി ഇരുന്ന് ഈ പൈതല യേശു എന്ന് പാടിയത് ഞാൻ കേട്ടു. ഏതാണ്ട് 1983 ഞാൻ തൃശ്ശൂർ ഈ പാട്ട് കേട്ടത്. ഇന്നും ഞാൻ സ്റ്റീവനോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി പാടുന്നതും ആ ദൈന്യ മുഖവും ഒക്കെ, ആ നിസ്സഹായതയും ഒരു നിരാലംബതയും ഒക്കെ എനിക്ക് ഇന്നും ഫീൽ ചെയ്യുക. അപ്പോൾ അതുപോലെ സ്റ്റീവൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഏതെങ്കിലും അങ്ങനെയുള്ളൊരു പാട്ടുണ്ടോ? എന്നെ ഏറ്റവും സ്വാധീനിച്ച ക്രിസ്മസിൻ്റെ ഉള്ള പാട്ട് യഹൂദിയായിലെ എന്നുള്ളൊരു പാട്ടാണ് നമ്മുടെ ദാസൻ പാടി. എപ്പോഴും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷനും അല്ലെങ്കിൽ ക്രിസ്മസ് കരോള്, നേരത്തെ സാറ് പറഞ്ഞ അത് കേൾക്കുന്നു, കരോളിൻ്റെ വഴക്കും. ഇത് ഒരു ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു നമ്മുടെ ക്രിസ്തു ജനിക്കുന്നത് വളരെ ചെറിയ, വളരെ പാമരനായ, വളരെ ദരിദ്രമായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ എപ്പോഴും അതിനൊരു ഇമോഷണൽ ഭയങ്കര കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കാലിത്തൊഴുത്തിൽ ജനിച്ചു, ഒരു വകയുണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ രക്ഷപ്പെടുമായിരുന്നു പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല സ്ഥലത്തോട്ട്. കാരണം ആ രാജ്യത്ത് ആ സമയത്ത് കുട്ടികൾ ജീവിക്കാൻ പാടില്ല എന്ന് പോലും രാജാവ് പറഞ്ഞിട്ട് പോലും ഇവരെ എങ്ങനെയൊക്കെയോ, അതായത് ഭയങ്കര പര്യവസ്ഥയിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ സാർക്ക് ഇപ്പോഴും ആ പാട്ട് ഓർമ്മ വരിക എന്ന് പറയണത് അത് ആ ഇമോഷനാണ്. ആ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇമോഷനും അതിൻ്റെ ട്യൂണും അതിൻ്റെ വരികളും പിന്നെ ആ ഒരു സന്ദർഭവും സാറ് കേട്ടിരിക്കുന്ന സന്ദർഭം. അപ്പോൾ പല പല ആൾക്കാർക്ക് പല പല രീതിയിലാണ് അത് ഇമോഷണൽ ആവുന്നത്. നമുക്കൊക്കെ സംബന്ധിച്ചിടത്തോളം യേശുനാഥൻ പിറക്കുക എന്ന് പറയുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര നാൾ വിശ്വസിക്കുന്ന ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു. ഇത്രയും വലിയൊരു സത്വർത്തമാനം, അത് സന്തോഷം മാത്രമല്ല, അതിൽ ലോക സമാധാനമുണ്ട്. പിന്നെ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള വ്യക്തികളെ തിരിച്ചറിവ് കൊടുക്കാനും അങ്ങനെയുള്ള, അപ്പോൾ അതിനൊരു ഭയങ്കര ഇമോഷനാണ്. ആ ഇമോഷനാണ് സാർക്കും കിട്ടിയിട്ടുണ്ടാവുക. സാറൊരു ദൈവവിശ്വാസിയാണെന്ന് അറിയാം, ഏത് ദൈവത്തിനെന്നല്ല, പക്ഷെ ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് സാർക്ക് അത് ഇമോഷണലി ഹിറ്റ് ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള 2-3 പാട്ടുകളുണ്ട്. സ്റ്റീഫൻ ദേവസി, എനിക്കറിയാം താങ്കൾ സുഹൃത്തുക്കളും ഒരുപാട് ആൾക്കാരും ഒരുപാട് കലാപ്രവർത്തകരും സർഗാത്മകതയുള്ള ആൾക്കാരുമൊക്കെ സംബന്ധിക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്നേഹവാത്സല്യങ്ങൾ പകരുന്ന ഒരാളുമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ സ്റ്റീവന് ലോകത്ത് ഒരുപാട് മലയാളികൾ സ്റ്റീവൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. അവർ നിങ്ങളെ ആസ്വദിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാളിൻ്റെ വാക്കുകളാണ് രാവിലെ ഈ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റീവൻ അവരോടൊക്കെ ആയിട്ട് എന്താ പറയുന്നത്? കാരണം ഈ നല്ല ദിനം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത്. കാര്യം ഒരുപാട് സമ്പത്ത് വാരി കൂട്ടുക, അതല്ലെങ്കിൽ ആകാശത്തോളം ഉയരുന്ന എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുക, അതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകും. സ്റ്റീവനും അത് ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളപ്പോൾ മനുഷ്യനോട് കരുണ കാണിക്കാൻ നമ്മെ പഠിപ്പിച്ച ഈ തിരുപ്പിറവിയുടെ ദിനത്തിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് സ്റ്റീവന്? സാർ, ആദ്യം ഞാനൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ ഒറിജിനൽ, ഈ പാട്ട് യഹൂദിയായാലും ഒറിജിനൽ പാടിയത് ദാസേട്ടനാണ് കേട്ടോ. ഇത് മാർക്കോസേട്ടൻ്റെ വെർഷനായിരിക്കും. സാറ് നമ്മുടെ ഈ ലോകത്ത് നോ പ്രോബ്ലം ഈ നമ്മുടെ ഈ ലോകത്ത് സാറ് പറഞ്ഞ കുറേ നല്ല പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും സെൽഫിഷ് ആയിട്ടുള്ളൊരു മോട്ടീവ് ഇന്ന് ഈ ലോകത്ത് കാണപ്പെടുന്നു. അതെന്താ എന്ന് ചോദിച്ചാൽ അത് പല രീതിയിലാണ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കൈയടക്കാൻ ഉള്ള ആഗ്രഹം, അല്ലെങ്കിൽ മനസ്സിന് തോന്നുന്ന ചില വൈകാരികമായ എനർജികൾ നമ്മളെ ഉണർത്തി അത് ലോകത്തിനെ സമാധാനം കെടുത്തുന്ന പല അവസ്ഥകളിലാണ് നമ്മളിപ്പോൾ പോകുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എന്തോരം വാർത്തകളെ മുമ്പിൽ കൊണ്ടിരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചില നേരത്ത് ഭയമാണ്. നമ്മളെ എത്രത്തോളം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മാറി നിൽക്കണം, കുറേ കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് തിരിച്ചറിവ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്താ ചാനലുകൾക്ക് നന്ദി. പല കാര്യങ്ങൾക്ക് തിരിച്ചറിയാൻ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്കൊരു മനസ്സും കൂടെ വേണം. കാരണം എല്ലാതും
എല്ലാതും മനുഷ്യന് എല്ലായ്പ്പോഴും നേടാൻ പറ്റില്ല. പല കാര്യങ്ങൾക്കും നമുക്ക് സഹിഷ്ണുതയും ക്ഷമയും വേണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെ നമുക്ക് സഹിഷ്ണുതയും ക്ഷമയും ഇതിനോടൊക്കെ മേലെ നമുക്ക് സ്നേഹം വേണം. മറ്റുള്ളവരോടുള്ളൊരു കരുണ, അവരോടുള്ളൊരു സ്നേഹം നമുക്ക് കാണിക്കുന്തോറും നമുക്കത് നമ്മുടെ ജീവിതത്തിലോട്ടും ആ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് ആണ് സർ. എന്ത് നമ്മൾ ചെയ്യുന്നു അതുപോലെ നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കുക. പണ്ടൊക്കെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം, ഇന്നൊന്നും അയൽവക്കക്കാരെ ആരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാനൊരു സമാധാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ കാണിക്കാനും, ക്ഷമ എന്ന് പറയുന്നൊരു കാര്യം മറവിയും നമ്മുടെ ലോകത്തില്ലെങ്കിൽ ഈ ലോകം എന്നേ ചാമ്പലായി പോകേണ്ടതാണ്. അപ്പോൾ ഇത് ആവാതെ കുറേ കൂടുതൽ സ്നേഹവും ക്ഷമയും മറവിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം മറക്കാനൊരു കഴിവില്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ദേഷ്യം വെച്ച് നടക്കും, അല്ലെങ്കിൽ അവരോട് ഒരു ഭയങ്കര വൈകാരികമായ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് പോകേണ്ടതുണ്ട്. സ്റ്റീവൻ ദേവസി, ഈ അവസരത്തിൽ നമ്മളുമായി സംസാരിച്ചതിന് നന്ദി. മാത്രമല്ല, ലോകത്തിൻ്റെ പല കോണുകളിലും വേദികളിൽ വിസ്മയം തീർക്കുന്ന സ്റ്റീവൻ ദേവസി ഒരുപക്ഷെ ഒരു മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഒറ്റപ്പാലത്തെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് തിരക്കുകൾക്ക് നടുവിൽ നിന്ന് നമ്മൾ മാത്രം ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. ഒരു നല്ല പ്രഭാതം കൂടി സ്റ്റീവന് ചേരുന്നു. ഒരുപാട് ഉയരങ്ങൾ ഇനിയും സ്റ്റീവന് താണ്ടാനുണ്ട്. അതിനൊക്കെ നമ്മളും കൂടെ ഉണ്ടാകും. നമ്മളെപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ഇനിയും ഉണ്ടാകട്ടെ അവസരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സ്റ്റീവൻ ദേവസി. ഒരിക്കൽ കൂടി ഒറ്റപ്പാലത്ത് നിന്നാണ് സ്റ്റീവൻ നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.